കൊലയാളി ആനയെ പിടികൂടുന്നതിനുള്ള ദൗത്യം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ വലിയ അനിശ്ചിതത്വമാണ് ഇപ്പോൾ ഉയരുന്നത്. ആന എവിടെയാണ് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ വനംവകുപ്പിന് ലഭിച്ചിട്ടുണ്ടോ എന്ന സംശയമൊക്കെ ഉണ്ട്. കർണാടക ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള സാധ്യതയും മങ്ങും. കമലാണ് വിവരങ്ങളുമായുള്ള. കമൽ, ആന എവിടെയാണ് എന്ന സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം വനം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ? ഇപ്പോൾ കർണാടക വനമേഖലയിലേക്ക് പോവുകയാണെങ്കിൽ ആളുകളുടെ ആശങ്ക ഇരട്ടിക്കുകയായിരിക്കുമല്ലോ. രാത്രി എപ്പോൾ വേണമെങ്കിലും ആന വീണ്ടും തിരികെ ജനവാസ മേഖലയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. എല്ലാ ദിവസവും ആനയെ പേടിക്കേണ്ട സ്ഥിതിയും വീണ്ടും ഉണ്ടാകും. എവിടെയാണ് ആന? ഈ ദൗത്യത്തിന്റെ ഭാവി എന്താകും? രതീഷ്, ആനയുടെ സാന്നിധ്യം സംബന്ധിച്ച് വനം വകുപ്പ് ഔദ്യോഗികമായ ഒരു വിവരങ്ങളും അറിയിച്ചിട്ടില്ല. പക്ഷേ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പോലീസിൻ്റെയും ഒക്കെ ഒരു മൂവ്മെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ബാവലിയിൽ നിന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാനന്തവാടി മൈസൂർ റോഡിൽ ബാവലിയിൽ നിന്ന് കേൾക്കാം, തുടർന്നോളൂ. കേൾക്കാം. ബാവലിയിൽ എൻ്റെ ഓഡിയോ റിട്ടേൺ വന്നു. ബാവലിയിൽ നിന്ന് ഈ കാട്ടിക്കുളത്തേക്ക് വരുന്ന ഭാഗത്ത് 58 എന്നൊരു സ്ഥലമുണ്ട്. 58 എന്ന സ്ഥലത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ നിൽക്കുന്നുണ്ട് ഈ മാനന്തവാടി മൈസൂർ റോഡിൽ. ആ ഭാഗത്ത് ഒരു മൂവ്മെൻറ്റ് നടക്കുന്നു. ആനയുടെ സാന്നിധ്യത്തെക്കുറിച്ച് എന്തോ ഒരു സൂചന വനം വകുപ്പിന് ആ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരടക്കം ആ ഭാഗത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവിടെ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ ആരുടെയും വാഹനങ്ങൾ നിർത്താനും ഒന്നും സമ്മതിക്കുന്നില്ല. അവിടെ നിന്ന് ഉള്ളിലേക്ക് എവിടെയോ ചെമ്പകപ്പാറ എന്നൊരു പ്രദേശമുണ്ട്. അത് വനത്തിന് ഉള്ളിലാണ്. ആ ഭാഗത്ത് എവിടെയോ ആനയുടെ സാന്നിധ്യം ഉള്ളതായി സൂചനയുണ്ട്. അത് ഞാൻ ഈ പറയുന്നത് പോലെ മാനന്തവാടി മൈസൂർ റോഡിൽ കാട്ടിക്കുളം 2ാം ഗേറ്റിനും ബാവലിക്കും ഇടയിലാണ് ഈ സ്ഥലം. പൂർണ്ണമായും വനമേഖലയാണ്. അവിടെ വാഹനങ്ങൾ നിർത്താനോ ആളുകളെ ഇറങ്ങാനോ ഒന്നും അനുവദിക്കുന്നില്ല. പോലീസും ഇവിടെ നേരത്തെ നിർത്തിയിട്ടിരുന്ന പോലീസ് ബസ്സടക്കം ആ ബാവലി ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ അനുമാനിക്കുന്നത് ആ ഭാഗത്ത് ആനയുടെ സാന്നിധ്യം ഉണ്ട് എന്ന് തന്നെയാണ്. രതീഷ്, അത് വനമേഖലയാണല്ലോ. അതിന് സമീപത്ത് കർണാടക വനവും ഉണ്ടോ? ആന അവിടേക്ക് പോകാനുള്ള സാധാരണ പാതയാണോ? സാധാരണ ആനകൾ സഞ്ചരിക്കുന്ന ആനത്താരകളാണോ? രതീഷ്, ഈ പ്രദേശം മുഴുവൻ കർണാടകയിലെ നാഗർഹോള നാഷണൽ പാർക്കുമായി, നാഗർഹോള കടുവ സങ്കേതവുമായി അതിർത്തി പങ്കിടുന്ന മേഖലയാണ്. അത് ബാവലി ആയാലും അപ്പുറത്ത് തോൽപ്പെട്ടി ആയാലും ഒക്കെ എല്ലാ മേഖലയിലും ഒരു 1-2 കിലോമീറ്ററിന് സഞ്ചരിച്ചാൽ തന്നെ കർണാടക വനമേഖലയാണ്. പക്ഷേ ഇപ്പോൾ ആനയെ കണ്ടു എന്ന് നമ്മൾ അനുമാനിക്കുന്ന സ്ഥലം കർണാടക അതിർത്തിയുടെ തൊട്ടടുത്തല്ല. അത് ചെമ്പകപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ പറയുന്ന 58, ഈ ബാവലിക്ക് ഇപ്പുറത്ത് 58-ൽ നിന്ന് അകത്തേക്കുള്ള വനപാത, അത് റോഡ് എന്ന് പറയാൻ കഴിയില്ല. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും വാച്ചർമാരൊക്കെ സഞ്ചരിക്കുന്ന പാതയിൽ ഉള്ളിലേക്ക് ചെമ്പകപ്പാറ എന്ന സ്ഥലത്തിനടുത്താണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. കമലാണ് പുതിയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കമൽ, ഈ ഉദ്യോഗസ്ഥരെല്ലാം ആ ഭാഗത്തേക്ക് നീങ്ങിയെന്ന് പറഞ്ഞല്ലോ. നേരത്തെ ഉണ്ടായിരുന്ന പോലീസ് വാഹനം ഉൾപ്പെടെ ആ ഭാഗത്തേക്ക് പോയി. ഒരു ഓപ്പറേഷൻ വേഗത്തിൽ അവിടെ നടത്താനുള്ള സാധ്യതയുണ്ടോ? അതിന് പറ്റിയ സ്ഥലമാണോ? അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? രതീഷ്, ഈ മൂവ്മെൻറ്റിൽ നിന്ന്, വാഹനങ്ങളുടെ ഒരു മൂവ്മെൻറ്റ്, ഞാൻ പലപ്പോഴും ഔദ്യോഗികമായ വിവരങ്ങൾ ലഭിച്ചില്ലെങ്കിൽ കൂടി ഉദ്യോഗസ്ഥരുടെ ബോഡി ലാംഗ്വേജ്, വാഹനങ്ങളുടെ മൂവ്മെൻ്റൊക്കെ നോക്കിയാണ് പല അനുമാനങ്ങളിലും ആനയെ സ്പോട്ട് ചെയ്തു എന്നൊക്കെ എത്തുന്നത്. അത്തരത്തിലൊരു മൂവ്മെൻറ്റ് ആ ഭാഗത്തേക്ക് ഉണ്ടായി എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ. അല്ലാതെ ഔദ്യോഗികമായ ഒരു വിവരം ലഭിച്ചിട്ടില്ല. പക്ഷേ ചില മാധ്യമ സുഹൃത്തുക്കൾ അവിടെ വാഹനം നിർത്താൻ നോക്കിയപ്പോൾ അവിടെ ആരെയും നിർത്താൻ അനുവദിക്കില്ല എന്ന് SI ഉൾപ്പെടെ പറഞ്ഞ് അവരെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ആ സ്ഥലത്ത് എന്തായാലും പോലീസും വനം വകുപ്പും മാത്രമേ റോഡിൽ ഇപ്പോഴുള്ളൂ. ഉള്ളിൽ എന്താ നടക്കുന്നത് എന്ന വിവരം നമുക്ക് അല്പസമയത്തിനകം ലഭ്യമാകും എന്നാണ് കരുതുന്നത്. എന്തായാലും നേരത്തെ ഇല്ലാത്ത രീതിയിൽ ഒരു മൂവ്മെന്റ് അവിടെ നടക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരെയൊക്കെ വിന്യസിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി, വിവരങ്ങൾ പുതുതായി ശേഖരിക്കാനും ഒരു കാര്യം കൂടി, ഈ വനമേഖലയിലാണ് ആന ഉള്ളതെങ്കിൽ മയക്കുവെടി വെച്ച് ഈ ദൗത്യവുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ടോ? സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യാറുണ്ടോ? രതീഷ്, വനത്തിനകത്ത് വെച്ചും ആനയെ മുൻപ് മയക്കുവെടി വെച്ചിട്ടുണ്ട്. അതിൽ ആനയെ ചികിത്സിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ പിടികൂടാൻ വേണ്ടി കല്ലൂർ കൊമ്പനെയും അതുപോലെ വടക്കനാട് കൊമ്പനെയും ഒക്കെ വനാതിർത്തിയിൽ വെച്ചൊക്കെ തന്നെയാണ് മയക്കുവെടി വെച്ചിട്ടുള്ളത്. അതിനെന്തെങ്കിലും തടസ്സമുള്ളതായി നിലവിൽ വിവരമില്ല. കാരണം രാവിലെ മുതൽ ആനയുള്ളത് വനമേഖലയിൽ തന്നെയാണ്. ഈ കോളനി എന്ന് പറയുമ്പോഴും കോളനിക്ക് അടുത്തുള്ള വനമേഖലയിലാണ് ആനയുണ്ടായിരുന്നത്. അത് ദൗത്യത്തിന് എന്തെങ്കിലും തടസ്സമാണ് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം നമുക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല. എന്തായാലും ഉന്നത റവന്യൂ ഉദ്യോഗസ്ഥരടക്കം അല്പസമയം മുമ്പ് ADM അടക്കം ഈ ബാവലി ഭാഗത്തേക്കാണ് പോയിട്ടുള്ളത്. അവിടെ നിന്ന് ഏറ്റവും പുതിയ വിവരം ലഭ്യമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ശരി, പുതിയ വിവരങ്ങൾ ശേഖരിക്കൂ. നമുക്ക് വളരെ വേഗത്തിൽ അത്തരം വിവരങ്ങൾ കൂടി അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് കമൽ ഇപ്പോൾ പ്രേക്ഷകരുമായി മാതൃഭൂമി ന്യൂസിലൂടെ പങ്കുവച്ചത്.
ആന എവിടെയാണുള്ളത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു സൂചന വരുന്നു. ചെമ്പകപ്പാറയിൽ ആനയുണ്ട് എന്ന തരത്തിലുള്ള സൂചനകളാണ് വരുന്നത്. ഉദ്യോഗസ്ഥ സംഘമെല്ലാം ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. RRT സംഘവും വനം ഉദ്യോഗസ്ഥരും ഒപ്പം പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും ഒക്കെ ആ ഭാഗത്തുണ്ട്. മറ്റ് വാഹനങ്ങളൊന്നും നിർത്താൻ അനുവദിക്കുന്നില്ല ആ മേഖലയിൽ. മാധ്യമങ്ങളെ അടക്കം ആ മേഖലയിലേക്ക് എത്തുന്നതിൽ നിന്ന് തടയുന്നുമുണ്ട്. അപകടകാരി ഒരു ആനയാണ്. സ്വാഭാവികമായും നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാകാം. മാത്രമല്ല ഈ ദൗത്യത്തിൻ്റെ ഭാവി എന്താണ് എന്നതിലൊക്കെ തീരുമാനം വരേണ്ട സമയവുമാണ് ഈ കടന്നു പോകുന്നത്. വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്, ഒപ്പം വലിയ പ്രതീക്ഷയുമുണ്ട്. വനംവകുപ്പിൻ്റെ ഈ ദൗത്യത്തിൽ ഒരു ജീവൻ നഷ്ടമായി, അപ്രതീക്ഷിതമായി, സാധാരണ നിലയിൽ കേട്ടുകേൾവി ഇല്ലാത്ത തരത്തിലൊരു ജീവൻ നഷ്ടമായി. അങ്ങനെ ഒരു ആന വീണ്ടും ജനവാസ മേഖലയിലേക്ക് എത്താനുള്ള സാധ്യത തടയുക എന്നത് അവിടുത്തെ ജനങ്ങളുടെ മൊത്തം പൊതുവികാരമാണ്. മാത്രമല്ല നേരത്തെ നമ്മൾ പറഞ്ഞ കണക്കുകളിൽ 40-ലധികം പേരാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ആനയുടെ ആക്രമണത്തിൽ മാത്രം വയനാട്ടിൽ കൊല്ലപ്പെട്ടത്. ആകെ വന്യജീവി ആക്രമണത്തിൽ 54 പേർ കൊല്ലപ്പെട്ടപ്പോൾ അതിൽ 42 പേർ കൊല്ലപ്പെട്ടത് ആനയുടെ ആക്രമണത്തിലാണ്. അതുകൊണ്ട് തന്നെ കൊലയാളിയായ ഒരു ആന ജനവാസ മേഖലയിലേക്ക് വീണ്ടും എത്തുന്നത് തടയുക എന്നത് വളരെ പ്രധാനമാണ്. ആനയെ സ്പോട്ട് ചെയ്തു എന്ന് വേണം ഇപ്പോൾ അനുമാനിക്കാൻ. കമൽ അതിൻ്റെ പുതിയ വിവരങ്ങൾ വളരെ വേഗത്തിൽ നൽകും. അതിനു മുമ്പ് അരുൺ അമർനാഥിലേക്ക് കൂടി പോകുന്നു. അരുൺ, ഈ കുങ്കിയാനകൾ ഇപ്പോഴും ആ താവളത്തിൽ തന്നെയാണോ ഉള്ളത്, ബാവലിയിൽ തന്നെയാണോ ഉള്ളത്? ഒരു മിഷന്റെ അനക്കങ്ങൾ കാണുന്നുണ്ട് ആ മേഖലയിൽ എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു കമൽ. അതിൻ്റെ കൂടുതൽ സ്ഥിരീകരണം ഇനി വരേണ്ടതുമുണ്ട്. ഈ കുങ്കികൾ അവിടെ തന്നെ ഉണ്ടോ, അതോ അവയെയും ഈ ഭാഗത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമോ നീക്കമോ ഉണ്ടാകുന്നുണ്ടോ? തന്നെ തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. കുങ്കികൾ അവിടെ തന്നെ തുടരുകയാണ്. നേരത്തെയും നമ്മൾ കണ്ടിരുന്നു കുങ്കികളെ ഈ ഒരു പ്രദേശത്ത് നിന്ന് അവിടേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഈ ആണ് ഇപ്പോൾ കാട്ടാനയെ സ്പോട്ട് ചെയ്ത സ്ഥലം ഈ ബാവലിയിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ അകലെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത് മിഷന്റെ കൂടുതൽ വിവരങ്ങൾ എന്തായാലും നമുക്ക് വ്യക്തത വരേണ്ടതുണ്ട്. അതനുസരിച്ച് മാത്രമേ നമുക്ക് ഒരു സ്ഥിരീകരണമൊക്കെ ലഭ്യമാവുകയുള്ളൂ. എന്തായാലും നിലവിലെ സാഹചര്യം അനുസരിച്ച് എന്തായാലും മിഷന്റെ കൂടുതൽ പുരോഗമനം ഉണ്ടായതിനനുസരിച്ച് മാത്രമേ കുങ്കികളെ ഇങ്ങോട്ട് മാറ്റൂ എന്ന് തുടക്കം മുതലേ വനം വകുപ്പ് പറഞ്ഞ നിലപാടാണ്. അതിനുള്ള ഒരു സാഹചര്യമില്ല. എങ്ങനെയാണ് ഈ മിഷന്റെ പുരോഗതി എങ്കിൽ ഏത് പ്രദേശത്തായിരിക്കും അതിന് അനുയോജ്യമായി എന്തെങ്കിലും കുങ്കിയാനകളുടെ ആവശ്യമുണ്ടോ, ഇതെല്ലാം പരിശോധിച്ച ശേഷം മാത്രമേ കുങ്കിയാനകളെ നിലവിൽ മാറ്റുന്നുള്ളൂ. എന്തായാലും ഇപ്പോൾ ഒരു ദ്രുതഗതിയിൽ ഒരു നീക്കം വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും മിഷൻ പുരോഗമിക്കുകയാണ് എന്നുള്ളത് തന്നെ ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ നമുക്ക് എന്തായാലും ലഭ്യമാവുന്നത്. അതനുസരിച്ച് മാത്രമേ എന്തായാലും കുങ്കികളുടെ ഭാഗത്തു നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ എന്തായാലും കുങ്കികളെ മാറ്റുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് ലഭ്യമാവുകയുള്ളൂ. നിലവിൽ ബാവലിയിൽ തന്നെ ഈ 4 കുങ്കികളും കോന്നി സുരേന്ദ്രനും വിക്രമനും സൂര്യയും ഭരതും ഇവിടെ തന്നെ തുടരുന്നുണ്ട്. അല്പം 5 കിലോമീറ്റർ മാറിയാണ് ഈ ആനയെ സ്പോട്ട് ചെയ്തിരിക്കുന്നത് എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽ മിഷൻ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ് രതീഷ്. ബാവലിയിൽ നിന്ന് ഏറെക്കുറെ 5 കിലോമീറ്ററോളം ദൂരത്ത് ആനയെ കണ്ടു എന്ന സ്ഥിരീകരണം ഏറെക്കുറെ വരികയാണ്. കമലും അരുൺ അമർനാഥുമാണ് അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചെമ്പകപ്പാറ എന്ന വനമേഖലയിൽ ആനയുടെ സാന്നിധ്യമുണ്ട് എന്ന തരത്തിലുള്ള സൂചനകളാണ് കമൽ പങ്കുവയ്ക്കുന്നത്. വനം ഉദ്യോഗസ്ഥർ അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഒപ്പം പോലീസ് സംഘവും അവിടേക്ക് നീങ്ങിയിട്ടുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥരും അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒരു മിഷന്റെ സാധ്യത ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. വനമേഖലയിലാണെങ്കിലും അത് കേരള വനമേഖലയിലാണ് ആനയുള്ളത് എന്ന് വേണം അനുമാനിക്കാൻ. നമ്മുടെ ഉദ്യോഗസ്ഥരാണ് ആ ഭാഗത്ത് ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്നത്. അവിടെ മറ്റ് വാഹനങ്ങളെ അനുവദിക്കുന്നില്ല, മാധ്യമങ്ങളെ അനുവദിക്കുന്നില്ല. ആനയുടെ സാന്നിധ്യം അവിടെ ഉണ്ട്, നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന സൂചനകളാണ്. അക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം കമൽ നൽകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ചെമ്പകപ്പാറയിലാണ് ആനയെ കണ്ടെത്തിയത്. ഈ മേഖലയിൽ നിന്ന് അല്പം ദൂരമുണ്ട് കർണാടക വനമേഖലയിലേക്ക് എത്താൻ എന്നും കമൽ റിപ്പോർട്ട് ചെയ്യുന്നു. സാധാരണ നിലയിൽ ആ മേഖലയിലെ തിരുനെല്ലി പഞ്ചായത്തിലെ വനമേഖലകളും കർണാടക വനമേഖലകളും ചേർന്ന് കിടക്കുകയാണ്. കേരള കർണാടക അതിർത്തിയാണ് ഈ തിരുനെല്ലി പഞ്ചായത്ത് മേഖല. ആനകൾ ധാരാളമായുള്ള വനമേഖലയാണ്. പക്ഷേ ഇത്തരം അപകടകരമായ ആനകളുടെ സാന്നിധ്യം അത് ഉണ്ടാകുമ്പോഴാണ് ഇത്തരം ദൗത്യങ്ങൾ അനിവാര്യമായി വരുന്നത്. ഇപ്പോൾ ചെമ്പകപ്പാറയിലാണ് ആനയുടെ സാന്നിധ്യമുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെ നിന്ന് അല്പം ദൂരമുണ്ട് കർണാടക വനമേഖലയിലേക്ക്. കർണാടക വനമേഖലയിലേക്ക് ആന കടക്കുകയാണെങ്കിൽ പിന്നെ ഒരു ഓപ്പറേഷൻ്റെ സാധ്യതയില്ല. പിന്നീട് ആന വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ മാത്രമായിരിക്കും ആനയെ മയക്കുവെടി വയ്ക്കുന്ന കാര്യത്തിലൊക്കെ തുടർ നടപടികൾ ഉണ്ടാകുക എന്നാണ് വനം മന്ത്രി നേരത്തെ വിശദീകരിച്ചത്. ആ സാഹചര്യത്തിൽ ജനവാസ മേഖലയിലാണ് ആനയെങ്കിൽ ഒരു ഓപ്പറേഷനിലൂടെ ആനയെ തളയ്ക്കാനുള്ള ശ്രമം ഉണ്ടാകും. അതല്ല കർണാടക വനമേഖലയിലേക്ക് പോവുകയാണെങ്കിൽ ജനങ്ങളെ സംബന്ധിച്ച് വീണ്ടും ഭീതി തുടരേണ്ട അവസ്ഥയും ഉണ്ടാകും.